ഇനി ദുബായിലേക്ക് മുഹമ്മദ് റഗീസ് തത്സമയം ചേരുകയാണ്. റഗീസ്, യു എയിൽ ശാന്തമാണെന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നുണ്ട്. എന്തൊക്കെയാണ് അവിടെ നിന്ന് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രവാസികൾ ജീവിക്കുന്നുണ്ട്. അവരുടെ കുടുംബം നാട്ടിലാണെന്ന് നമുക്കറിയാം. അവർക്ക് ആശ്വാസകരമാകുന്ന വാർത്തകൾ എന്താണ് ദുബായിൽ നിന്ന് പറയാൻ കഴിയുന്നത്? എസ് കെ, ഇന്ന് പുലർച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഇന്ന് ഒരു അർദ്ധരാത്രി 1 മണിക്കൊക്കെ ശേഷം യാതൊരു തരത്തിലുമുള്ള ആക്രമണം യു എയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒന്നാണ്. ഈ യു എയിലെ പ്രത്യേകിച്ച് ദുബായിലെ US കോൺസുലേറ്റിന് നേരെ ഉണ്ടായ ആക്രമണം, അതിനുശേഷം യു എയിൽ ആക്രമണം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്ന് രാവിലെ കുവൈറ്റിൽ കാര്യമായ ആക്രമണം ഉണ്ടായതിന്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നേരത്തെ നമ്മൾ ഈ കുവൈറ്റിൽ ഒരു 11 വയസ്സുകാരി മരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിവരം പങ്കുവച്ചിരുന്നു. ആ 11 വയസ്സുകാരി മരിച്ചു. അതിനോടൊപ്പം തന്നെ ആ കുട്ടിയുടെ വീട്ടിലുള്ള 4 പേർ, അമ്മയടക്കമുള്ള 4 പേർ ചികിത്സയിലാണ്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദീകരണം നൽകുന്നതിനിടയിലാണ് നിലവിൽ ഇപ്പോൾ ഈ കുവൈറ്റുമായി ബന്ധപ്പെട്ട് കുറച്ച് കൂടുതൽ വിവരങ്ങൾ വരുന്നത്. അതായത് ഇന്ന് രാവിലെ കുവൈറ്റിലേക്ക് കാര്യമായിട്ടുള്ള ആക്രമണം ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ കുവൈറ്റ് ഡിഫൻസ് മിനിസ്ട്രി പങ്കുവയ്ക്കുന്നുണ്ട്. നിരവധി ഡ്രോണുകളും ഒപ്പം തന്നെ മിസൈലുകളും ഒക്കെ കുവൈറ്റിന്റെ അതിർത്തിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് കൃത്യമായി തന്നെ ഇന്റർസെപ്റ്റ് ചെയ്ത് ഡിഫ്യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരം ഇപ്പോൾ കുവൈറ്റ് ഡിഫൻസ് മിനിസ്ട്രി അറിയിക്കുന്നുണ്ട്. ഇന്ന് പുലർച്ചയോടെ നടന്ന ആക്രമണത്തിന്റെ വിവരങ്ങളാണ് ഈ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ കുവൈറ്റിൽ ഈ റെസിഡൻഷ്യൽ ഏരിയകളിലേക്ക് ചില അവശിഷ്ടങ്ങൾ വീണിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ഒരു തീപിടുത്തത്തിലേക്ക് കടന്നിട്ടില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ നൽകുന്നത്. എല്ലാം കൃത്യമായി തന്നെ ഇതിനെല്ലാം ഡിഫ്യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. ചില ഒരു പരിക്കുകൾ ഉണ്ടായതിന്റെ വിവരങ്ങൾ കൂടി കുവൈറ്റിൽ നിന്ന് വരുന്നുണ്ട്. അതായത് രാവിലെ ആക്രമണം ഉണ്ടായതിൽ നിന്നും കുവൈറ്റിൽ ചിലർക്കൊക്കെ പരിക്കേറ്റിരുന്നു എന്നുള്ള വിവരവും ഔദ്യോഗികമായി തന്നെ കുവൈറ്റിന്റെ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഗൾഫ് മേഖലയിൽ കാര്യമായ ആക്രമണം രാവിലെ ഉണ്ടായ ഒരു പ്രദേശം അത് കുവൈറ്റ് ആണ് എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ സൗദിയെ സംബന്ധിച്ചും അങ്ങനത്തെ ചില വിവരങ്ങളൊക്കെയും പുറത്തു വരുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നിലവിൽ യു എയിലെ പാകിസ്ഥാൻ എംബസിയിലേക്ക് ആളുകൾ എത്തരുത് എന്നുള്ള വിവരം പാകിസ്ഥാൻ നൽകിയിട്ടുണ്ട്. പാകിസ്ഥാൻ എംബസിയിലേക്ക് ഇൻ പേഴ്സൺ വിസിറ്റുകൾ ആരും നേരിട്ടെത്തി കാര്യങ്ങൾ തിരക്കരുത്, അല്ലാത്ത മാർഗത്തിലൂടെ കാര്യങ്ങൾ തിരക്കണമെന്ന് അറിയിക്കുന്നു. ഒപ്പം തന്നെ യു എയിലുള്ള അമേരിക്കക്കാർക്ക് വീണ്ടും ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവർ ഏതെങ്കിലും നിലയ്ക്ക് നാടുകളിലേക്ക് തിരിച്ചെത്താൻ ശ്രമിക്കണം എന്നുള്ള ഒരു അറിയിപ്പ് കൂടി ഇപ്പോൾ അമേരിക്കയിൽ ലഭിച്ചിരിക്കുകയാണ്. അത് ഒന്നുകിൽ ഒമാൻ വഴിയോ സൗദി അറേബ്യ വഴിയോ ഈ സമയത്ത് നാടുകളിലേക്ക് എത്താം എന്നുള്ള വിവരം കൂടി പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ അങ്ങനെ മറിച്ച് കേരളീയർക്കും ഒപ്പം തന്നെ പൊതുവിൽ യു എയിലുള്ളവർക്കും ആശ്വാസകരമായിട്ടുള്ള വിവരം തന്നെയാണ് രാവിലെ പങ്കുവയ്ക്കാനുള്ളത്. എസ്കേൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.